ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 20 മുതൽ 22 വരെ. മത്തായി 19-ന്റെ 20 മുതൽ 22 വരെ. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ അടുത്ത് നിത്യജീവൻ അന്വേഷിച്ചു വന്ന ചെറുപ്പക്കാരൻ മനഃപൂർവം അത് ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുന്ന നിരാശാജനകമായ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവൻ്റെ മറുപടി കർത്താവ് പറഞ്ഞ പ്രമാണങ്ങൾ, അതായത് മോശയികനായ പ്രമാണങ്ങളെല്ലാം ചെറുപ്പം മുതൽ ഞാൻ പ്രമാണിച്ചു പോരുന്നു എന്ന അവൻ്റെ ഒരു ധാരണ തെറ്റിദ്ധാരണയാണ്. ഇനിയും എന്താണ് കുറവെന്ന് അവൻ അറിയണം. അവൻ സ്വയം തൃപ്തനാണ്. ഇത്രയും പ്രമാണങ്ങളെല്ലാം അനുഷ്ഠിച്ചാൽ നിത്യജീവൻ അല്ലെങ്കിൽ സ്വർഗരാജ്യം ലഭിക്കുമെന്നതാണ് അവൻ്റെ ഒരു വൃഥാവിചാരം. കർത്താവ് അവനെ സ്നേഹിച്ചു. അവൻ്റെ തെറ്റിദ്ധാരണ നീക്കാൻ കർത്താവ് പറഞ്ഞത്, നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം. അവൻ തൻ്റെ അയൽക്കാരനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന പക്ഷം തനിക്കുള്ളത് ദരിദ്രർക്ക് കൊടുക്കാൻ മടിക്കില്ല. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും ഇണങ്ങാത്തതുമായ ഒരു മറുപടിയാണ് കർത്താവ് കൊടുത്തത്. സമ്പത്ത് വിറ്റ് കർത്താവിൻ്റെ വേലയ്ക്കോ മറ്റെന്തെങ്കിലും നല്ല കാര്യത്തിനോ കൊടുക്കാനല്ല, മടക്കി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ നിർവാഹമില്ലാത്ത നിലയിൽ ദരിദ്രർക്ക് കൊടുക്കാനാണ് കൽപ്പന. നമുക്കുള്ളത് ആർക്കെങ്കിലും കടം കൊടുക്കാനോ പലിശയ്ക്ക് കൊടുക്കാനോ അല്ല നിർദ്ദേശം. അത് ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്നുറപ്പോടെ ദരിദ്രർക്ക് കൊടുക്കുക. ഈ സംഭാവന ലോകം അറിഞ്ഞെന്ന് വരില്ല. ദരിദ്രർ പൊതുവെ ഒരു പക്ഷെങ്കിൽ നമ്മുടെയൊക്കെ ഒരു വ്യാഖ്യാനത്തിൽ നന്ദിയില്ലാത്തവരും അഹങ്കാരികളും ഒക്കെ ആവാം. യാതൊരു വന്ദനവും പ്രശംസയും ലഭിച്ചില്ല എന്ന് വരാം. അതുമാത്രമല്ല, ഇതെല്ലാം കൊടുത്ത ശേഷം യേശുവിനെ പിൻപറ്റണം. അരക്കാശിൻ്റെ സ്വത്തോ തലയായ്ക്കാൻ സ്ഥലമോ ഇല്ലാത്ത നസ്രായനായ യേശുവിനെ ഒരു ദരിദ്രനാരായണനായി പിൻപറ്റാൻ ഈ ചെറുപ്പക്കാരന് മനസ്സ് വരുന്നില്ല. കാരണം ഇത് മാനുഷിക ബുദ്ധിക്കൊന്നും നിരക്കുന്നതല്ല. ഇവിടെ എഴുതിയിരിക്കുന്നു, ഇവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ദുഃഖിച്ചു പോയിക്കളഞ്ഞു. വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് അവൻ വരുന്നത്. അവനൊരു 100 മാർക്ക് ലഭിക്കും എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി വരുന്നുവെങ്കിലും അവൻ്റെ മടക്കം വളരെ നിരാശാജനകമായിരുന്നു. ആരംഭത്തേക്കാൾ അവസാനം നന്ന് എന്ന് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ശലോമോൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നന്നായി ആരംഭിച്ച് മോശമായി അവസാനിപ്പിക്കുന്ന ഒരുപാട് ജീവിത സാക്ഷ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഈ ചെറുപ്പക്കാരനും അവൻ്റെ മടങ്ങിപ്പോക്ക് നിരാശയിലായിരുന്നു. അവൻ കൽപ്പന പാലിക്കുന്നു എന്നുള്ള അവകാശവാദമൊക്കെ അസ്ഥാനത്തായിപ്പോയി. ഈ യുവാവിലുള്ള പാപം കണ്ടുപിടിക്കുന്നതിൽ ന്യായപ്രമാണം വിജയിച്ചു. അബ്രാമിന് ദൈവവിളി ഉണ്ടായപ്പോൾ അവൻ ചാർച്ചക്കാരെയും സ്വന്തം പട്ടണമായ ഊരും തൊഴിലും വിട്ട് ദൈവത്തെ പിൻപറ്റി. തൻ്റെ പ്രിയമകനായ ഇസ്ഹാക്ക് പോലും വലിയ വിഷയമായില്ല.
ഏലിയാവ് ഏലിശായെ വിളിക്കുമ്പോൾ വൻതോതിലുള്ള കൃഷിപ്പണി അവൻ ഉപേക്ഷിച്ചു. ചുങ്കക്കാരൻ ലേവി കരം പിരിവ് നിർത്തി. ശീമോനും അന്ത്രയോസും യോഹന്നാനും യാക്കോബുമെല്ലാം അവരുടെ വ്യവസായവും പടവും വലയുമെല്ലാം വിറ്റു, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞു. ആദിമ നൂറ്റാണ്ടിലെ സഭ വസ്തുക്കൾ വിറ്റ് പണം ദൈവമഹത്വത്തിന് ചെലവാക്കി. അതുകൊണ്ട് പ്രിയരെ, നമ്മൾ കർത്താവിനെ അറിയാൻ ഇടയായതിനാൽ എന്തെങ്കിലും നഷ്ടപ്പെടാൻ ഇടയായിട്ടുണ്ടോ എന്നത് ചിന്തിക്കണം. അതോ സുവിശേഷത്തിൻ്റെ മറവിൽ സമ്പാദിക്കാൻ പരീക്ഷിക്കപ്പെടുകയായിരുന്നു? ക്രിസ്തുവിനെ കണ്ടെത്തി എന്നുള്ളതിൻ്റെ തെളിവാണ് ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണാനുള്ള തീരുമാനം. പൗലോസ് അങ്ങനെ പറഞ്ഞു. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പേരിലും സുവിശേഷത്തിൻ്റെ പേരിലും ധനവാന്മാരാകാനും പണക്കാരാകാനും അധികാര സ്ഥാനങ്ങളിൽ ഇങ്ങനെ എന്നും എന്തു വില കൊടുത്തും ഇരിക്കാനും ഒക്കെയുള്ള ഒരു പ്രവണതയും മത്സരവും ഒക്കെ നമ്മൾ കാണുമ്പോൾ അതൊന്നും കർത്താവിൻ്റെ നിലപാടുകൾക്ക് യോജിച്ചതല്ലെന്നും അതൊക്കെ സുവിശേഷത്തിനെതിരാണെന്നുമൊക്കെ ഈ ഒരു വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വളരെ ഭയത്തോടെ കൂടി നമ്മൾ കാണുകയും ഇതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ നമ്മുടെ ജീവിതങ്ങളിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവേ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ച അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഈ ഭൂമിയിൽ അവിടുന്ന് പറഞ്ഞല്ലോ, പുഴുവും തുരുമ്പുമൊക്കെ തിന്നുകളയുന്ന നേട്ടങ്ങളെക്കാൾ സ്വർഗത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിപ്പാനും വിട്ടുകൊടുക്കാനും ചില കാര്യങ്ങളിൽ അയവ് വരുത്താനുമൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേക്ക് വേണ്ടിയും അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും ഉള്ളതൊക്കെ ഇല്ലാതാക്കി കളഞ്ഞ ഒരുപാട് മഹാരഥന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെയൊക്കെ പട്ടികയിൽ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ ബലഹീനരായ അടിയങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ കൃപയും വഴിനടത്തലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.